വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ പറയാൻ പോകുന്നത് ലെസ് 3, ലെസ് 2, ലെസ് 1 ഇവയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിതുവരെ ലെസ് 9 മുതൽ ലെസ് 4 വരെ നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെസ് 3 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ലെസ് 2 വന്നു കഴിഞ്ഞാൽ, ലെസ് 1 വന്നു കഴിഞ്ഞാൽ ഈ സിറ്റുവേഷനിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ലെസ് 3 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആഡ് 3 ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തിരുന്നത് നമ്മുടെ ബിഗ് ഫ്രണ്ട് ആയിട്ടുള്ള 10നെ ആഡ് ചെയ്യുന്നു, ലെസ് 7 ചെയ്യുന്നു അല്ലേ. അപ്പോൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണോ ബിഗ് ഫ്രണ്ട് അഡിഷൻ ചെയ്തിരുന്നത് അതേപോലെ തന്നെയാണ് ബിഗ് ഫ്രണ്ട് സബ്സ്ട്രാക്ഷനും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഓൺലി വ്യത്യാസം വരുന്നത് നമ്മൾ കൊടുക്കുന്ന സയൻസിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പം ലെസ് 3 ചെയ്യുന്ന ഒരു സിറ്റുവേഷനകത്ത് ലെസ് 10 ആഡ് 7 ആണ് നമ്മൾ ചെയ്യുക. ആഡ് 3 ചെയ്യുന്ന ഒരു സമയത്ത് ആഡ് 10 ലെസ് 7 ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അല്ലേ. അപ്പം ആ സൈന് ആഡ് വരുന്നിടത്ത് ലെസ് വരും, ലെസ് വരുന്നിടത്ത് ആഡ് വരും. ഈ ഒരു ഡിഫറൻസ് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പം നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം ലെസ് 3 നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പം 17 നമ്മൾ എടുത്തു, ഒരു 2 ഡിജിറ്റ് നമ്പറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 17 ലെസ് 3 then add 10. 17 ലെസ് 3 then add 10. നമ്മൾ 17 എടുത്തു. ലെസ് 3 നമുക്ക് പോസിബിൾ ആണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. പോസിബിൾ ആണോ എന്നുള്ളത്. പോസിബിൾ ആണ്. ബിഗ് ഫ്രണ്ട് അല്ലാണ്ട് നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, എങ്ങനെയാണ്? സ്മോൾ ഫ്രണ്ട് വെച്ചുകൊണ്ട് നമുക്ക് പോസിബിൾ ആണ് അല്ലേ. നമ്മൾ സ്മോൾ ഫ്രണ്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലെസ് 3 ചെയ്യണമെങ്കിൽ ലെസ് 5 ആഡ് 2 ചെയ്താൽ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം സ്മോൾ ഫ്രണ്ട് റൂൾ പ്രകാരം നമ്മൾ ചെയ്തു, 14 കിട്ടി. ദെൻ ആഡ് 10 ചെയ്തു. അപ്പം ആൻസർ 24. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാനായിട്ടുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴും 4 മുതൽ 1 വരെയുള്ള ആ ഒരു ഡിജിറ്റ് ആഡ് ചെയ്യാനായിക്കോട്ടെ, ലെസ് ചെയ്യാനായിക്കോട്ടെ, ഏതൊരു സിറ്റുവേഷനിലായിക്കോട്ടെ 4 to 1 വരെയുള്ള നമ്പേഴ്സിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഓൾറെഡി സ്മോൾ ഫ്രണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബീറ്റ്സ് എടുക്കാൻ കഴിയുമെന്ന് നോക്കണം. ഇനിയിപ്പോൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്മോൾ ഫ്രണ്ട് വെച്ച് ചെയ്യാനായിട്ട് കഴിയുമെന്ന് നോക്കണം. അതിന് പോസിബിൾ ആയിട്ടില്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബിഗ് ഫ്രണ്ടിനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുമോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തില്ല, ബിഗ് ഫ്രണ്ടിലോട്ട് പോവാണ്ട് എന്ത് ചെയ്തു? സ്മോൾ ഫ്രണ്ട് വെച്ചിട്ട് നമ്മൾ ചെയ്തു. ഓക്കെ, സെറ്റ് 0. ദെൻ 12 ലെസ് 3 then 15. 12 ലെസ് 3 then 15. Okay, 12 then ലെസ് 3 എന്ന് പറഞ്ഞു. പോസിബിൾ അല്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ലെസ് 10 ആഡ് 7. ഓക്കെ, ലെസ് 10 ആഡ് 7. ദെൻ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് 15 ചെയ്യാനായിട്ട്. 15ലെ 10 നമ്മളെടുത്തു. ഓക്കെ, ദെൻ 5 ഈ ലൈനിലാണ് എടുക്കേണ്ടത് അല്ലേ. 5 ഓൾറെഡി അവിടെ ആഡ് ചെയ്ത് കിടക്കുന്ന കാരണം നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബിഗ് ഫ്രണ്ടിനകത്ത് നമുക്കറിയാം 5 ആഡ് ചെയ്യാൻ പോസിബിൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ആഡ് 10 ലെസ് 5. അപ്പോൾ 15ലെ 10 ഓൾറെഡി നമ്മളിവിടെ ആഡ് ചെയ്തു. ദെൻ 5 എടുക്കാനായിട്ട് ഒരു 10 കൂടെ ആഡ് ചെയ്തു. ബിഗ് ഫ്രണ്ടിൽ ആഡ് 10 ചെയ്തു. ദെൻ ലെസ് 5. അപ്പോൾ എത്ര ആൻസർ വന്ന്? 24.
ഓക്കെ, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലെസ് 9 പഠിച്ചതുപോലെ ആവില്ല ലെസ് 3 ലെസ് 2 ഒക്കെ വരുമ്പോഴേക്കും വന്നിട്ടുണ്ടായത് അല്ലേ. ഒരുപാട് ഡിഫറൻസ് വന്നു. ഒരു ക്വസ്റ്റ്യനകത്ത് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾക്ക് എന്ത് വന്നു, സ്ട്രാറ്റജീസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ കണ്ടോ, നമ്മൾ ബിഗ് ഫ്രണ്ട് അഡീഷനും അതിനകത്ത് വന്നു. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങൾ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യും. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്യാം. 11 less 3 then 10. 11 less 3 then 10. 11 less 3 ചെയ്യാനായിട്ട് പറ്റില്ല. less 10 and 7 then 10. Answer is 18. ഓക്കെ, അപ്പോൾ ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. മറ്റു രണ്ട് ക്വസ്റ്റ്യൻസിനെ വെച്ച് നോക്കുമ്പോൾ അത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ലെസ് 3 ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു. ലെസ് 3 ഈക്വൽ ടു ലെസ് 10 ആഡ് 7. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ആഡ് 2 ചെയ്തത് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ ലെസ് 2 ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ ലെസ് 2-നകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സ്മോൾ ഫ്രണ്ടിലും നമ്മൾ ലെസ് 2 പഠിച്ചിട്ടുണ്ട്. ഇനി ബിഗ് ഫ്രണ്ടിൽ പഠിക്കാൻ പോവുകയാണ് ലെസ് 2. ബിഗ് ഫ്രണ്ടിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും ഓൾറെഡി അറിയാം നമുക്ക്. ലെസ് 10 ആഡ് 8. ഓക്കെ, ലെസ് 10 ആഡ് 8. ഓക്കെ, അപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. 10 less 2 1. 10 less 2 1. 10 എടുത്തു. ലെസ് 2 ചെയ്യാൻ പോസിബിൾ അല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ലെസ് 10 ആഡ് 8. ദെൻ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് ആഡ് 1 ചെയ്യാനായിട്ടാണ്. ആഡ് 1 ചെയ്തു. അപ്പോൾ എത്ര ആൻസർ വന്നേ, 19 അല്ലേ. നമ്മൾ വേറെ സ്ട്രാറ്റജീസ് ഒന്നും യൂസ് ചെയ്തില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. മുന്നേ പഠിച്ചു പോയതൊന്നും നമ്മൾ ചെയ്തില്ല അല്ലേ. ഓക്കെ, സെറ്റ് 0. 21 less 2 10. 21 less 2 10. 21 less 2 പോസിബിൾ അല്ല. less 10 add then add 10. Answer is 29. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ആയിട്ടുണ്ടാവും. ഇതെല്ലാം നമ്മൾ ലെസ് 2 ചെയ്യേണ്ട ആ ഒരു സ്ട്രാറ്റജി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് വേറെ ക്വസ്റ്റ്യനകത്ത് മൾട്ടിപ്പിൾ ടൈംസ് വരുന്ന രീതിയിലൊന്നും ചെയ്തിട്ടില്ല. ലെസ് 3ൻ്റെ കേസ് വെച്ച് നോക്കുമ്പോൾ വളരെയധികം സിമ്പിളായിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി മൾട്ടിപ്പിൾ ടൈംസ് നമ്മളൊരു സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം അല്ലേ. ഓക്കെ, 25 less 8 10. 25 less 8 10. 25 less 8 less 2. less 2 ആണ്. 25 less 2 10. 25 ചെയ്തു. less 2 പോസിബിൾ ആണോ, അല്ല. less 5 add 3 അല്ലേ. then add 10. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, ബിഗ് ഫ്രണ്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമേ വന്നില്ല. സ്മോൾ ഫ്രണ്ടിനെ വെച്ചിട്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. ആൻസർ ഈസ് 33. ക്ലിയർ ആണല്ലോ. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 4 മുതൽ 1 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ തന്നു കഴിഞ്ഞാലും ലെസ് ചെയ്യാൻ തന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, 4 to 1 ആണ്. ആ ഒരു സിറ്റുവേഷനകത്ത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആദ്യം സ്മോൾ ഫ്രണ്ട് വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. ദെൻ ആഫ്റ്റർ ആണ് നമ്മൾ ബിഗ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, ഇതെപ്പോഴും മൈൻഡിൽ വയ്ക്കാം. സെറ്റ് 0. നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളത് ചെയ്തു പോകും. ഓക്കെ, ഇനി നമ്മൾ 1ൻ്റെ കേസാണ് പഠിക്കാൻ പോകുന്നത്.
1ന്റെ കേസ് എങ്ങനെയായിരുന്നു? ആഡ് 1 ഈക്വൽ ടു ആഡ് 10 ലെസ് 9 ആയിരുന്നു അല്ലേ? എന്നാൽ ലെസ് 9 വരുമ്പോഴോ ലെസ് 10 ആഡ് 9 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 82 ലെസ് 1. ഓക്കെ, 18 2 ആഡ് ചെയ്യാൻ പറഞ്ഞു. 2 ആഡ് ചെയ്യാൻ പറയുമ്പോൾ പോസിബിൾ അല്ല അല്ലേ? 2 ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ആഡ് ടു സ്മോൾ ഫ്രണ്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബിഗ് ഫ്രണ്ടിൽ നോക്കാം. ബിഗ് ഫ്രണ്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആഡ് ടു ചെയ്യാൻ പറ്റാത്തപ്പോൾ ആഡ് 10 ലെസ് 8 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മളടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലെസ് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലൈനിലായിരുന്നു നമുക്ക് വൺസിൻ്റെ ലൈനിലാണ് ചെയ്യേണ്ടത്. പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ലെസ് 10 ആഡ് 9. ആൻസർ ഈസ് 19. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഇതുപോലെ നോക്കാം. അപ്പോൾ ഇതിനകത്ത് എത്ര എണ്ണം വന്നു? 2 സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്തു അല്ലേ? സെറ്റ് 0. ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 36 4 ലെസ് 1. 36 4 ലെസ് 1. 36 4 ആഡ് ചെയ്യാൻ പറഞ്ഞു. 3 ബീറ്റ്സേ ഉള്ളൂ. സ്മോൾ ഫ്രണ്ട് വെച്ച് ചെയ്യാനും കഴിയില്ല. അപ്പോൾ ബിഗ് ഫ്രണ്ടിൽ നമ്മൾ ചെക്ക് ചെയ്തു. ബിഗ് ഫ്രണ്ടിൽ 4 ആഡ് ചെയ്യാനായിട്ട് ആഡ് 10 ലെസ് 6. ദെൻ ലെസ് 1 ചെയ്യാൻ പറഞ്ഞു. ലെസ് 1 പോസിബിൾ അല്ല. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട് ലെസ് 1 ചെയ്യാനായിട്ടുള്ളത് എന്തായിരുന്നു? ലെസ് 10 ആഡ് 9. ശരി, ആൻസർ ഈസ് 39. സിമ്പിൾ അല്ലേ? അപ്പം നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. 25 ലെസ് 1 8. 25 ലെസ് 1 8. 25 എടുത്തു. ലെസ് 1 പോസിബിൾ ആണോ? ഡയറക്റ്റ് ആയിട്ട് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? നമുക്ക് സ്മോൾ ഫ്രണ്ട് വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. ലെസ് 1 ആണേ. അപ്പം സ്മോൾ ഫ്രണ്ട് ആഡ് ആയി കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്തൂടെ? ലെസ് 5 ആഡ് 4. സ്മോൾ ഫ്രണ്ടിനകത്ത് നമ്മൾ ലെസ് 1 ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ലെസ് 5 ആഡ് 4 ആയിരുന്നു. നമ്മൾ ഓൾറെഡി അത് ചെയ്തു. ഇനി നമ്മളടുത്ത് 8 ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 8 ആഡ് ചെയ്യാൻ നോ രക്ഷ. 5 മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് 8 ആഡ് ചെയ്യാൻ നമുക്കറിയാം. എങ്ങനെയായിരുന്നു? ആഡ് 10 ലെസ് 2. ദെൻ ആഡ് 10 ലെസ് 2 ചെയ്തു. ആൻസർ എത്രയാണ് വന്നേ? 32. ക്ലിയർ ആണല്ലോ? അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ പഠിച്ചു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മൈൻഡിൽ താനേ വരും. നമ്മൾ ബൈ ഹാർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രാക്ടീസാണ് നമ്മുടെ അബാക്കസിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ലെസ് 3 മുതൽ ലെസ് 1 വരെയുള്ളത് നമ്മുടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ബിഗ് ഫ്രണ്ടിൻ്റെ സബ്സ്ട്രാക്ഷൻ നമുക്ക് കഴിഞ്ഞു. ഓക്കെ, ബിഗ് ഫ്രണ്ടിനെ എങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി നെക്സ്റ്റ് വീഡിയോനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഓക്കെ, ബൈ, സി യു നെക്സ്റ്റ് വീഡിയോ.